ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ ഈശംബരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. സ്വസ്ഥത തരട്ടെ. എല്ലാ ലോകത്തിൽ മക്കളൊക്കെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ഇത് തന്നെ ഓർത്തോട്ടെ. ഇത് ചെറിയ കാര്യമൊന്നും അല്ലട്ടോ. ഇതൊക്കെ നമ്മളീ ഭാവിക്കട്ടെ. എന്തുണ്ടായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. ഈ സദൃശ്യവാക്യം ബൈബിളിലുണ്ടല്ലോ ഒരു ഉപദേശം. അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ഒത്തിരി നല്ലതാട്ടോ. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ സദൃശ്യവാക്യം 23:10-11 പറയുക. പണ്ടേയുള്ള അതിര് നീക്കരുത്. ഇതൊക്കെ നമ്മൾ വായിച്ചാൽ പിന്നെ നമ്മൾ 2-3 പ്രാവശ്യം വായിച്ചാൽ നമ്മൾ ഈ അതിര് തർക്കം പറഞ്ഞുകൊണ്ട് പണ്ടെന്നല്ലാർന്നേ ഉള്ളൂ. ഇപ്പം അതിനൊന്നും പിള്ളേർക്കൊന്നും സമയമില്ല. പണ്ടത്തെ തലമുറയ്ക്ക് പണ്ടേയുള്ള അതിര് നീക്കരുത്, അനാഥന്മാരുടെ നില ആക്രമിക്കുകയും അരുത്. ദൈവത്തിൻ്റെ ഇതാട്ടോ. അവരുടെ വീണ്ടെടുപ്പുകാരൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ സ്വർഗീയ പിതാവ് നടത്തും. അപ്പോൾ ആവശ്യമില്ലാണ്ട് ആയോരുടെ ഇവരുടെ ഒക്കെ പിടിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? കയ്യും ആട്ടി വന്നു തിരിച്ച് അങ്ങോട്ട് കയറുമ്പോഴും കയ്യും ആട്ടി പോകണം. നിലനിൽക്കണത് ഈശംബ്രാൻ്റെ കൃപയെ തന്നത് മാത്രം. നമ്മളെ ഏൽപ്പിച്ചേക്കണത് ഇതൊക്കെ അതിമനോഹരമായിട്ട് നടത്തുക. അപ്പോൾ അങ്ങനെ യേശപ്പൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ ഈ ക്രിയ ചെയ്തിട്ട് വചനമൊക്കെ വായിക്കുമ്പോൾ ഈ സ്വഭാവം നമ്മുടെ നന്നാകും. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കുത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്തു കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാനൊക്കെ അമ്മച്ചിയൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. എനിക്ക് അനുസരണ കുറവായിരുന്നല്ലോ. അതിൽ ജീവിതത്തിൽ അനുസരണ കുറവുള്ളവർക്ക് ഒത്തിരി പാളിച്ചകളൊക്കെ പറ്റും കേട്ടോ. ആ പാളിച്ചയൊക്കെ എനിക്കും ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോൾ എന്താ ഗുണം? അത് നമുക്കൊരു അനുഗ്രഹമാണ്. നമ്മുടെ ക്യാരക്ടർ നന്നാകുക എന്നുള്ളതാണ്. ദൈവത്തിനെ ആശ്രയിക്കുക വെച്ചാൽ എന്നാ? ദൈവത്തിൻ്റെ ഫലം നമ്മളിന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറി നമ്മൾ പുതിയ സൃഷ്ടിയാകണം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. കുറേ പുതിയത് വന്നിട്ടുണ്ട്. എന്നും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നും ഓണാണ് ഇവിടെ. നമ്മുടെ ടർക്കിഷ് ഓർഗൻസയുടെ ലൈറ്റ് ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് അടിപൊളിയാട്ടോ. ഇപ്പം ഈ ഒത്തിരി ഫങ്ഷൻ വെയർ അല്ലേ, ഇതെന്തോരം കൊണ്ടുവന്നാലും നമുക്ക് തിരക്കാട്ടോ. ഇത് ഡബിൾ ഷെയ്ഡ് ഇങ്ങനെ, ഇത് ലൈറ്റ് വന്ന് അവിടെ ഡാർക്ക് വന്നു. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ്. അത് ലൈറ്റും ഡാർക്കും ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് തയ്ക്കാം. 3190 അല്ലേ? ഞാൻ വില നോക്കിയായിരുന്നു. ഒരു ഞെട്ടിപ്പോവാ ഞാൻ വില കാണാണ്ട് പറഞ്ഞപ്പോൾ. നല്ല ഷെയ്ഡുകളാണ്. 3190 കേട്ടോ. ഈ ചുരിദാറൊന്ന് കാണിച്ചു കേട്ടോ. എൻ്റെ ഞാൻ എന്ന് ചുരിദാറിട്ട് ഈ ചുരിദാറിൻ്റെ വീഡിയോ ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഒരു ദിവസവും പിടിക്കൂല, മറന്നു പോകും. ഇതെപ്പോൾ വേണേലും നമുക്കിടാം കേട്ടോ ഈ ചുരിദാർ. സാരി കാണിക്കട്ടെ. അടിപൊളി അടിപൊളി സൂപ്പർ ഹിറ്റ്. ബ്ലൗസ് പീസ് ഇങ്ങനെ ബ്രൗണിൻ്റെ ഡബിൾ ഷെയ്ഡ് വന്നു. ഇതൊന്നും അത്ര ഷെയ്ഡുള്ളോ? ഇല്ല, ഇനിയുണ്ട്. വെയിറ്റ് ചെയ്യൂ. സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, തീർന്നോ? അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഇത് സാമ്പിൾ കുറച്ച് പീസേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വിലയ്ക്ക് നമുക്കൊരു ഫങ്ഷൻ വെയറിന് ഈ വിലയ്ക്ക് ഏറ്റവും അപ്ഡേഷനാണ്. അവിടെ ചെന്നാൽ നമുക്കൊന്ന് ചെത്താൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഷൈൻ ചെയ്യുക എന്നുള്ളതല്ലേ. പുറമെ പറഞ്ഞില്ലേലും ഉള്ളിലെല്ലാവരുടെയും ആഗ്രഹം നല്ല ഡ്രസ്സാലോ, നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കൊടുത്തിട്ട്, ഇത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ. അപ്പം പെട്ടെന്ന് എടുത്തു. അടിപൊളിയല്ലേ നോക്കി, സൂപ്പർ ഹിറ്റ്. പിന്നെ എത്രയാ? 1399 ഉള്ളൂ. ഓണത്തിന് കൊടുക്കാം. എൻ്റെ കൂട്ടുകാരൊക്കെ ഓണത്തിൻ്റെ ഫോട്ടോ ഇട്ടേക്കണം. കളർഫുൾ കൊടുത്ത് എല്ലാവരും ഇങ്ങനത്തെ നല്ല കളർഫുൾ എടുത്തു. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പെട്ടെന്ന് എടുത്തോ. എല്ലാം നമ്മുടെ ഓപ്ഷനാണ്. ഇതാണ് ബ്ലൗസ് പീസ്. ബനാറസ് ബുട്ടയുടെ ബ്ലൗസ് പീസ്. സൂപ്പറാട്ടോ. അങ്ങനെ നെള്ളും അടിക്കില്ല. ഗോൾഡൻ സെറിയും ഇതുകൂടെ കൂടി ഇങ്ങനെ സ്പൈസ്. അടിപൊളി സാരി. നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടതല്ലേ നേരത്തെ. റീസ്റ്റോക്ക് വന്നു കേട്ടോ.
അന്ന് ഒത്തിരി കൊടുത്തായിരുന്നു. 1399. നമ്മൾ ഈ ഡിമാൻഡുള്ളത് ഒന്ന് റീസ്റ്റോക്ക് പറയും. കാരണം എന്നാ വെച്ചാൽ ഒന്നുകൂടെ ആൾക്കാരന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലേ പെട്ടെന്ന് പൊക്കോളൂല്ലോ, പെട്ടെന്ന് തീരൂട്ടോ. ഇത് നല്ല സംഭവമാണ്. ഇത് ഓണത്തിന് ഒത്തിരി നല്ലതാട്ടോ. ഓണത്തിന് നല്ല, ഏത് ഫങ്ഷനും നല്ലതാണ്. ഇനിയുണ്ടോ? ഇനി കളേഴ്സ് ഉണ്ട്. റെഡ് എന്ത് ഭംഗിയാ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഓർണമെന്റ്സിന്റെ ആവശ്യമില്ല ഇതൊക്കെ എടുക്കാൻ. ഒരു ക്ലോസ് നെക്കും അങ്ങനെയൊക്കെ ഇട്ടാലേ സൂപ്പർ ഹിറ്റാ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. നല്ലൊരു ടിഷ്യൂ മെറ്റീരിയലിൽ നോക്കിയേ, സൂപ്പർ. ഇത് സിൽവർ കളർ, അതിൽ ഫുള്ളിങ്ങനെ വർക്കുണ്ട്, ഫുള്ളുണ്ട്, ഫുള്ള് വർക്കുണ്ട്. ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ആട്ടോ, ഒരു സെറി ഇങ്ങനെ ഒരു കുഞ്ഞ് ബോർഡറും ഉണ്ട്. ഭയങ്കര രസം. നമുക്കിത് ഓണത്തിന് നല്ല എപ്പോഴും എടുക്കാം. ഇങ്ങനെ ഈ കളറൊക്കെ നമുക്കിത് ഒതുങ്ങോ ചെയ്യൂട്ടോ. എല്ലാവർക്കും ടിഷ്യൂ എന്ന് പറയുമ്പോൾ പേടി ഒതുങ്ങോന്ന്. എന്നാൽ ഒട്ടിക്കിടക്കണതുമല്ല, എന്നാൽ പറന്നിരിക്കണതുമല്ല. നല്ല രസമില്ലേ? അതിൻ്റെ ഗോൾഡൻ. ഈ കളറിന് തന്നെ 7 അഴകാട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഇതിൻ്റെ പ്ലെയിൻ ഇതാവന്നെ. അതുകൂടെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗി വയ്ക്കും. അപ്പം ഇത് 2 ഇനി അടുത്ത് വേറെ സാരി. ഈ സാരിയുടെ നല്ല ഡിമാൻഡാട്ടോ. എത്ര റേറ്റ്? 1199. നല്ല ആട്ടോ. നമുക്ക് നല്ല ആ ബോർഡറൊക്കെ ഉണ്ട്. നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ ഈ കളറിൽ നമുക്കിത് ചെത്താൻ പറ്റും. ഇത് വിലയുടെ അല്ല, ഈ കളറിൽ നമ്മൾ പണ്ട് കോട്ടൺ സാരി കൊടുത്ത് 200 രൂപയുടെ കോട്ടൺ സാരി കൊടുക്കണതും 200 രൂപയുടെ പോളിസ്റ്റർ സാരി കൊടുക്കണതിനും വ്യത്യാസമുണ്ട്. കോട്ടൺ സാരി കൊടുത്ത് കാണുമ്പോൾ ഒരു ക്ലാസ് ലുക്കാണ്, അതിനൊത്തിരി വ്യത്യാസം. അതുപോലെ ഈ കളറിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഗോൾഡൻ കളർ. ഇതിന് ഓരോ കളറിന് ഓരോ പ്രത്യേകതയുണ്ട്. 1199 ഉള്ളൂ എന്ന് ഓർക്കണേ. ഇതിൻ്റെ ബ്ലൗസ് പീസ്, ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇടാം. ഇപ്പം ഇതിൻ്റെ സെയിം ബ്ലൗസ് വേണമെങ്കിൽ, ബ്ലൗസ് ഇല്ലേ, റണ്ണിങ് ആണോ? സെയിം റണ്ണിങ് ആട്ടോ ബ്ലൗസ് പീസ്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്താലേ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കും. ക്രോഷ്യോയുടെ കോട്ടയുടെ അടിപൊളി പുതിയ ഡിസൈൻ 1399. ഹാൻഡ് വർക്കാണ്. ക്രോഷ്യോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കാണ്. അതിൻ്റെ കൂടെ ഇത് ടൈ ആൻഡ് ഡൈ ഒക്കെ ചെയ്ത് നിറച്ചത് എന്തോരം വർക്കതേ ഇങ്ങോട്ട് നോക്കിയേ, എന്തോരം വർക്കാന്ന് നോക്കുക. അതുപോലെ ഈ വശത്തും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വശത്ത് ഇങ്ങനെ ബോർഡർ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ചെയ്ത് ഇത്രയും എത്ര ദിവസം പണിതാലായിരിക്കും സാരി അപ്പടിയെ ബ്ലൗസിൻ്റെ കൈ വരെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തേ, ഇങ്ങനെ ഡൈ ചെയ്ത് ഇങ്ങനെ, എന്നിട്ട് സ്റ്റാർച്ച് ചെയ്ത് തേച്ച നമുക്ക് എത്തണേ. എന്നിട്ട് ആകെ റേറ്റ് ഈ 1399 അപ്പോൾ പെട്ടെന്ന് നോക്കിക്കോ. വേറെ വേറെ നല്ല ചാർട്ടുകളാട്ടോ, നല്ല രസമുണ്ട്. എല്ലാം സ്റ്റാർച്ച് ചെയ്ത് വന്നേക്കണേ. 1399 നല്ല കളർ കോമ്പിനേഷനുകളല്ല. ഇത് നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് ഇതിന് ആഷ് എന്നാണോ പറയണേ? ഗ്രീൻ എന്നാണ് എൻ്റെ കണ്ണു നോക്കിയിട്ട് കാണുന്നത്. ന്യൂജൻ പിള്ളേർക്കൊരു ബോധമില്ല, മൊബൈൽ വെക്കാൻ അറിയാവുള്ളൂ. ശരിക്കും നമുക്കൊക്കെയാണ് ബോധമുള്ളൂ കേട്ടോ, ഒന്നിനും ബോധമില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എൻ്റെ പൊന്നെ, മൊബൈലിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പുറം നടക്കണം. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല രസമില്ലേ? അടിപൊളി കളർ ചാർട്ട്, അടിപൊളി അടിപൊളി. തീർന്നോ? ഇത്രയുള്ളോ? അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കൊടുത്തോ. ഇത് ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കാം, ഓണത്തിന് കൊടുക്കാനും എല്ലാത്തിനും ഇതൊക്കെ നല്ലതാട്ടോ. ഒരു കാലത്ത് ഫാഷനും പോകില്ല. അടിപൊളി സാരി, ജൂട്ട് സിൽക്കിൻ്റെ സെമിയാണ്, ഒറിജിനലല്ല. പക്ഷെ ഒറിജിനലിനെ വെല്ലൂട്ടോ. നല്ലൊരു വീവിങ്ങിനാണെങ്കിൽ ഒരു ഡിസൈനും ഉണ്ട്. കണ്ടോ, ഭയങ്കര സോഫ്റ്റ്.
നല്ല രസം. 1399. എൻ്റെ ബ്ലൗസ് തന്നെ എങ്ങനെയാ? അതെയോ? എവിടെ പോയി? ഇത് അടിപൊളി. ഫങ്ഷനൊക്കെ കൊടുക്കാൻ സൂപ്പറാട്ടോ. നല്ല സോഫ്റ്റ്. ഞാൻ ഈ ഫുൾ സാരി ആട്ടോ ഇങ്ങനെ വെക്കണേ. നല്ല കൂളിങ്ങും ചൂടൊന്നും ഇല്ലാത്തത്. ഇങ്ങനെ സുഹാസിനി സ്റ്റൈലിൽ സാരിയൊക്കെ ഇട്ടാൽ നല്ലതാക്കും. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. 1399. ഈ കളറാട്ടോ ബ്ലൗസ് പീസ്. പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ. ഇത് ഈ സ്റ്റഫിൽ ഇങ്ങനെ വന്നിട്ട് ഞാനിപ്പോൾ പ്ലെയിൻ സാരി ഇവിടെ എപ്പോഴും ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ ഇടാറില്ല. നമ്മളിതിൻ്റെ പല മോഡലും പല വിലയുടെയും കാണിക്കാറുണ്ടല്ലോ. പക്ഷേ ഈ സ്റ്റഫിൽ ഇത് നല്ല രസം. അപ്പോൾ ഈ പ്രസൻറ്റ് കൊടുക്കാനും ഒക്കെ ഈ ഓണത്തിനിടയ്ക്ക് സൂപ്പർ. ഇത് തന്നെയാട്ടോ ബ്ലൗസ് പീസ്. നല്ല കളർ കോമ്പിനേഷനുകളല്ലേ എല്ലാം. എന്ത് ഗ്രാൻഡാന്ന് നോക്കിക്കേ. 1399 വിലയുള്ളേ. ബ്ലൗസ് പീസ് മജന്ത. എല്ലാം അടിപൊളി കോമ്പിനേഷനാട്ടോ. മെറൂണും പച്ചയും കാഞ്ചീപുരം സാരിയുടെ കളർ കോമ്പിനേഷനുകൾ. ട്രഡീഷണൽ കളേഴ്സ് അല്ലേ ഇപ്പം. അടിപൊളി. പെട്ടെന്ന് ആയിക്കോട്ടെ. ഫോട്ടോയ്ക്ക് ട്രഡീഷണൽ കളർ ക്ലിക്ക് ചെയ്യൂ കേട്ടോ. പേസ്റ്റൽ കളേഴ്സ് നേരിട്ട് കാണുമ്പോൾ രസമാണ്. പെട്ടെന്ന് എടുത്തോ. യെല്ലോയും പച്ചയും ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട്. ഒത്തിരി കളർ. ഇഷ്ടം പോലെ കളേഴ്സ്. എന്ത് രസമുള്ള കോമ്പിനേഷനുകളാ. നല്ലതല്ലേ? ഇപ്പം ഇഷ്ടം പോലെ ഫങ്ഷനുകളല്ലേ. ഉടുക്കാനും കൂളിങ്ങും മൊത്തത്തിൽ ഈ വിലയ്ക്കും ഈ സാരി ഒത്തിരി നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് ഇനിയുണ്ടോ? പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോളിലേക്കാണ്. നല്ലൊരു ലിനൻ സാരി. എന്തൊരു വില വരും. അടിപൊളി ലിനൻ സാരി. ബ്ലൗസ് പീസ് വന്നത് ദൈവം. എന്താ ഭംഗിയില്ലേ. ഞാനിത് ഭയങ്കര വില കൂടിയ സാരിയാന്ന് ഓർത്തോണ്ട് എടുത്തത്. പിന്നെയാണ് വില അറിയുന്നത്. 699. ഇതിൽ മിറർ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാ. ഇതിൽ കുഞ്ഞ് ഡോട്ടുള്ളത് ബ്ലൗസ് പീസ്. ഈ ഡോട്ട് തന്നെ പ്ലെയിനിൽ ബ്ലൗസ് പീസ്. അതിൻ്റെ അകത്ത് എവിടെയുണ്ട്? കറക്റ്റ് കളറല്ലേ വന്നേ. കളർ ചേഞ്ച് വന്നാൽ പറയണം കേട്ടോ. എല്ലാ കളറും ഇതിൻ്റെ രസമാണ് കേട്ടോ. 699 രൂപയുള്ളൂ. സൂപ്പർ ഹിറ്റ് ബ്ലൗസ് പീസ്. ഈ വിലയ്ക്ക് ഈ സാരി നല്ലതല്ലേ. നല്ല സ്റ്റഫ്, നല്ല കളറ്, കനവും ഇല്ല. നമുക്ക് പ്രസൻറ്റ് കൊടുത്താൽ അവർ കൊടുക്കുമ്പോൾ നല്ലതായാലല്ലേ നമ്മൾ കൊടുക്കുമ്പേ. ഇങ്ങനെ കളേഴ്സിലും ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഭയങ്കര കളർ നോക്കണ ആളാണ്. എനിക്ക് തുണീനേക്കാളും ഞാൻ ഇന്ന കളർ തന്നെ, ഓറഞ്ച് കുറച്ച് കളറാണ് എനിക്ക് മെയിൻ. അപ്പോൾ അതിങ്ങനെ ആ കളറിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കളർ നമുക്ക് ഭയങ്കര ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ. 699 രൂപയിലുള്ളൂ. അല്ലെങ്കിൽ ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കടയിൽ വന്നെടുത്തു. ഇന്ന് എല്ലാവരും കൂടെ കൂടി ഒരു ചെറിയൊരു ഓണാഘോഷം. ഈ തുണിക്കടയിൽ, എല്ലാ സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഇന്ന് നല്ല തിരക്കും. രണ്ടെടുത്തു. സ്റ്റിച്ചിങ്ങിനാണെങ്കിൽ പിന്നെ ഓൾറെഡി ഓണത്തിന് തിരക്കാമല്ലോ. ബ്യൂട്ടി പാർലർ കൊച്ചിനും എല്ലാവരും കൂടെ കൂടാലോ എന്ന് ഓർത്തു. പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. ഈ നമ്മുടെ എല്ലാ മക്കളും പങ്കെടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം വരില്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാവരും കൂടെ കൂടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ആയിപ്പോയി. 2-3 പേർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഫോട്ടോ എടുത്തു. ഗെയിമൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും ഗെയിം വെച്ചില്ല. ഞാൻ ഏതാണ്ടൊക്കെ പൊട്ടത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്നാലും സന്തോഷമായി. ഒരു ഓണപ്പരിപാടി കഴിഞ്ഞു. ഇനി ഓണങ്ങൾ എത്ര ഓണസദ്യയും ഓണപ്പരിപാടിയാണ്. അങ്ങനെ ഒരു വലിയ സന്തോഷം. ഇനി അടുത്ത വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തു എൻ്റെ വീട്ടിൽ. ഉണ്ണിക്കുട്ടനും കുഞ്ഞും ഇങ്ങനെ പോവുക, ഗൾഫിന് പോവുക.
അപ്പം പിന്നെ എനിക്ക് ഓണം ആഘോഷിക്കാം. പിന്നെ ഇനിയിപ്പോൾ എവർ വന്നാലായിരിക്കും രസമുള്ളൂ. ഞങ്ങൾ പായസമൊക്കെ അവിടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ പണിയിട്ട് ആരും പായസം കുടിക്കില്ല, എവർ തന്നെ പണിത് എവർ വെച്ചോളാന്ന് പറഞ്ഞേ. സദ്യയൊക്കെ അവരുണ്ടാക്കിക്കോളാന്ന് പറഞ്ഞേ. അപ്പോൾ ഉണ്ടാക്കട്ടെ. എത്ര പേരുണ്ടാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അവസാനം ആകെ എല്ലാവരും നീ വെള്ളം വെക്ക്, ഞാൻ വിറകെടുക്കാം. ഇങ്ങനെ എന്താ നന്ദന സിനിമയിലല്ലേ, അങ്ങനെ ഉച്ചയാകുമ്പോൾ അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും അങ്ങനെ ആകാൻ ചാൻസ് എല്ലാത്തിൻ്റെ സ്വഭാവം. പായസവും സദ്യ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും അടുത്ത തവണ ഞങ്ങൾ ഞായറാഴ്ച കട ഒരു ഞായറാഴ്ച അടച്ചിട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഫങ്ഷൻ വയ്ക്കുക. പിന്നെ വേറെ എന്നാ വിശേഷം? ഓണമൊക്കെ അങ്ങനെ വന്നു, പെട്ടെന്ന് ഓണം പോണു. അടുത്ത് ക്രിസ്തുമസ് വന്നു. എന്ത് പെട്ടെന്ന് ദിവസം പോണേ അല്ലേ. അതാകെ ഏറ്റവും എനിക്ക് സങ്കടം കഴിഞ്ഞ ദിവസേ ഇവിടെ സിജി മുടൂരുള്ള സിജി റോയ് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന്. ഞാൻ ഫേസ്ബുക്കിൽ കാണുവാണ്. ഒരു 10-12 മണിയായപ്പോൾ ഞാൻ കാണണേ. ആള് മരിച്ചു. ഈ ശവടക്ക് 11:30. എനിക്ക് ബോധക്കേടായി. അതെപ്പോഴും എൻ്റെ വലിയ കസ്റ്റമർ എൻ്റെ മൊബൈലിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കണ നമ്പറാട്ടോ. ഡ്രസ്സൊക്കെ വരുമ്പോൾ വിളിക്കണതാ. ഇതിനിങ്ങനെ ഒരു അസുഖമുള്ളതും ഞാൻ ക്യാൻസർ ഒന്നും ഞാൻ അറിഞ്ഞില്ല. എൻ്റെ യേശു, അപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ആ മുഖം പോണില്ലെന്ന്. ഈ ഒരു 2-3 മാസത്തിനിടയ്ക്ക് ഈ കടയിൽ സ്ഥിരം വന്ന 3 പേര് 40, 53, 50, 40 2 പേരും ഒക്കെ മരിച്ചിട്ട് എനിക്ക് അങ്ങ് അറിയാൻ പാടില്ല. ഇങ്ങനെ അങ്ങ് മനസ്സിൽ നിന്നേ എനിക്ക് പിന്നെ മരിച്ചതെടുത്ത് ഞാൻ ആൾക്കാരെ ബോധിപ്പിക്കാൻ പോണേ. എനിക്ക് മരിച്ചിട്ട് അവർ കിടക്കണം കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ നോക്കാറില്ല. അവരാ ചിരിച്ചുകൊണ്ട് കടയിട്ട് കയറുമെന്ന് അവരെന്നോട് വർത്താനം പറഞ്ഞത് മാത്രം എൻ്റെ മനസ്സിൽ വയ്ക്കുള്ളൂ. എനിക്കിഷ്ടമല്ല മൂക്കി പഞ്ഞിയും വെച്ച് അങ്ങനെ കിടക്കണ കാണുന്ന ആ സീൻ എനിക്ക് കാണാൻ ഞാൻ നോക്കാറില്ല. എനിക്കതെന്നാണ് എൻ്റെ മനസ്സിന് ഭയങ്കര ഷോക്കാണ്. ഇതിനി എത്ര ദിവസം കഴിഞ്ഞാലും പരിശുദ്ധാത്മാവ് മാറ്റി കളയട്ടെ. ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. 2 പിള്ളേർ, ആൺപിള്ളേരാണ്. വലുതായി, എന്നാലും അതുങ്ങൾ പഠിക്കാനൊന്നും അമ്മയ്ക്ക് സീരിയസ് ആയി പിന്നെ പോയിട്ടില്ലെന്ന് പറയുക. എന്ത് സങ്കടമായിരിക്കും. അപ്പോൾ ഒന്ന് നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ വേദനകളെ പെട്ടെന്നുള്ളൊരു വേർപാടിൻ്റെ വേദനയില്ലോ എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കൂലേ. പരിശുദ്ധാത്മാവിന് മാത്രം ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ. പിന്നെ വേറെ എന്താ, സ്വർണ്ണക്കടയിൽ സ്കീം കൂർണ ആരും മറക്കരുതേ. നമുക്കത് വലിയ അസറ്റ്. ഞാനിപ്പോൾ ഇങ്ങനെ പറയണമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു വളയൊക്കെ മേടിച്ച് കയ്യിലിട്ടോ, അല്ലെങ്കിൽ ഒരു മാല, അല്ലെങ്കിൽ കമ്മൽ, കിട്ടണ കാശ് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചോ. നമുക്കൊരു ലിക്വിഡ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ വീട് വെക്കാനല്ലാണ്ട് ബാക്കിയെല്ലാം ഇപ്പോഴത്തെ കാലത്ത് നഷ്ടമാട്ടോ. അയ്യോ, ഞാനൊക്കെ കൃഷിപ്രാന്തി, എനിക്കിഷ്ടമാണ്. എൻ്റെ അമ്മച്ചിയെങ്കിൽ വലിയ കൃഷിക്കാരിയാണ്. പക്ഷേ പണ്ട് റബ്ബറിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം റബ്ബറിന് അത്ര വിലയില്ലോ. ഇപ്പം കൃഷി നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് മെയിൻ്റനൻസിന് അങ്ങോട്ട് പോവുള്ളൂ. ഒന്നും കിട്ടാനില്ല. അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടന്നാലും എല്ലാം കണക്കാം നമുക്ക്. പക്ഷേ ഇത് ലിക്വിഡ് അസറ്റാണ്. ന്യൂജനൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ വിൽക്കാം, വാങ്ങാം, ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കീമിൽ കൂടുക 11 മാസം മിനിമം 1000. അടുത്ത മാസം വേണമെങ്കിൽ 5000 ഇടാം. അടുത്ത മാസം വേണമെങ്കിൽ 50,000 ഇടാം. പൈസ കയ്യിൽ ഒട്ടുമില്ലെങ്കിൽ 1000 വെച്ച് ഫോളോ അപ്പ് ചെയ്താൽ മതി. 11 മാസം കണ്ണടച്ചോർക്കുമ്പോൾ തീരും സ്കീമിൽ കൂടെ. അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവരെയും ശമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.